ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് വേദ വായനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പാട്ട് പാടാം. കിരീത്തു തോട്ടിലെ വെള്ളം വറ്റിയാലും കക്കയിൻ വരവ് നിന്നിടിലും. കിരീത്തു തോട്ടിലെ വെള്ളം വറ്റിയാലും കക്കയിൻ വരവ് നിന്നിടിലും. സാരാഭാത്തൊരുക്കി ഏലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. സാരാഭാത്തൊരുക്കി ഏലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. പതറുകയില്ല ഞാൻ പ്രതികൂല മാനവാദി വന്നിടിലും. വീഴുകയില്ല ഞാൻ കഷ്ടത അനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എന്നാഥൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. നമുക്കിന്ന് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? ഒരു നാളും വരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായിത്തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ലെറ്റ് us read in English. What shall we say then? Are we to continue in sin that grace may abound? By no means. How can we who died to sin still live in it? Do you not know that all of us who have been baptized into Christ Jesus were baptized into his death? We were buried therefore with him by baptism into death, in order that Jesus Christ was raised from the dead by the glory of the Father, we too might walk in newness of life. Amen. ദൈവം ഇന്ന് പകലിൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതിൽ ഈ വേദഭാഗങ്ങൾ വായിച്ച് കേട്ട എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വേദഭാഗ വായന നിർത്തുന്നു. സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.